അല്ല, നിയമം നടപ്പാക്കണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിയമം നടപ്പാകട്ടെ. ഞങ്ങൾക്ക് കോടതികളിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിയമം കയ്യിലെടുക്കുന്നില്ല. അപ്പം അത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമല്ലേ. ഞങ്ങൾക്ക് കോടതികളിൽ വിശ്വാസമുണ്ട്. അല്ലല്ല, കോടതികളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിയമം കയ്യിലെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അല്ല, ഇതിനകത്ത് ഇപ്പോ ഈ രാജ്യത്ത് ഗാന്ധി നിയമലംഘന പ്രസ്ഥാനം നടത്തി. ഗാന്ധി ഏതെങ്കിലും കാലഘട്ടത്തിൽ നിയമം ലംഘിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്? അല്ല. എന്തുകൊണ്ടാണ് നിയമലംഘന പ്രസ്ഥാനത്തിന് ഗാന്ധിയെ പോലെ എല്ലാ കാലത്തും നിയമവാഴ്ചകളെ അനുസരിക്കുകയും നിയമവാഴ്ചകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് പോലും, ഒരു സാത്വികനായ മനുഷ്യൻ, ആ മനുഷ്യന് പോലും നിയമലംഘന പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെടേണ്ടി വന്നതുകൊണ്ടാണ്? സാഹചര്യങ്ങളാണ് പ്രസ്ഥാനങ്ങളെ മനുഷ്യന്മാരെയും ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിർബന്ധിക്കുക. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾക്ക് കോടതികളിൽ വിശ്വാസമുണ്ട്. അഹിംസാ മാർഗത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ പോലീസുകാരുടെ വീട്ടിലേക്ക് നടത്തിയത് ഹിംസാത്മകമായിരുന്നു. അഹിംസാ മാർഗത്തിലൂടെയല്ലേ പോലീസുകാരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്? അവർ അറിയണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ സമരത്തിൽ പോലീസുകാർ ഫോഴ്സ് ഉപയോഗിക്കുന്നതിനെതിരായിട്ടല്ല, ഫോഴ്സ് ഉപയോഗിക്കുന്ന പോലീസുകാർക്കെതിരായിട്ടല്ല നിങ്ങൾ ഇങ്ങനൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സമരമാകുമ്പോൾ സ്വാഭാവികമാണ് അതിനെ പ്രതിരോധിക്കാൻ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് പോലീസിന്. പക്ഷേ നിയമം വിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് മാനുവലിനെയും പോലീസ് സർക്കുലറിനേക്കാൾ പ്രധാനം ശശി മാനുവലും ശശി സർക്കുലറുമാണ് എന്ന് വിചാരിക്കുന്ന പോലീസുകാരോട് അങ്ങനെയൊന്നും സമരസപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പ്രഖ്യാപിതമാണ്. തെരുവിൽ നേരിടും, തർക്കം തള്ളത്.